കാസർഗോഡ് ജില്ലാ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവി ബി.വി. വിജയഭരത് റെഡ്ഡി ഉദ്ഘാടനം നിർവഹിച്ചു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് കുട്ടികൾ മൊബൈൽ ഫോണുകൾക്കും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും അടിമകളായി മാറുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഈ അമിതമായ ഉപയോഗം ഇവരെ വിവിധ മാനസിക, സാമൂഹിക, അക്കാദമിക് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ഇത് അവരുടെ ഭാവിയെ അപകടത്തിലാക്കുന്നു. ഡിജിറ്റൽ ആസക്തിയിൽ നിന്നും അതിൻ്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി കാസർഗോഡ് ജില്ലാ പോലീസ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിൻ്റെ പുതിയ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ കാസർഗോഡ് പോലീസ് സ്റ്റേഷന് സമീപമാണ് ആരംഭിച്ചത്. ജില്ലാ പോലീസ് മേധാവി ബി.വി. വിജയഭരത് റെഡ്ഡി ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, അതുപോലെ കണ്ണൂർ, ഈ 6 സ്ഥലങ്ങളിൽ 2023 ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ കേരള പോലീസ് സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റ് ഭാഗമായിട്ട്, സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ഭാഗമായിട്ട് 2023 തുടങ്ങിയത്. 2023 മുതൽ 1000-ഓളം കുട്ടികളെ സഹായിച്ച ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ. നിങ്ങൾ എല്ലാവർക്കും അറിയാം, മൊബൈൽ ആക്സസ്, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് മൊബൈൽ ആക്സസ് ഇല്ല. എൻ്റെ ആദ്യത്തെ മൊബൈൽ ഞാൻ പർച്ചേസ് ചെയ്ത് ഞാൻ കോളേജിലെത്തിയ ശേഷമാണ്. എനിക്ക് ഏകദേശം 17 വയസ്സ് 18 വയസ്സുള്ള സമയത്താണ് ആദ്യത്തെ മൊബൈൽ എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു മൊബൈൽ വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഉള്ള കാലഘട്ടം പറയുമ്പോൾ ഒരു 10-12 വയസ്സ് വരുമ്പോൾ തന്നെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ മൊബൈൽ അഡിക്ഷൻ പറയുന്നത് ഗെയിമിംഗ് ആയിരിക്കാം, കമ്പൽസീവ് ബിഹേവിയർ. ഇപ്പോൾ പുതിയതായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ റീൽസ് പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് സ്ക്രോൾ ചെയ്യുക, സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഉപയോഗിക്കുക, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അമിതമായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ കാര്യങ്ങൾ നേരിടാനാണ് ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി കേരള പോലീസ് തുടങ്ങിയത്. ഇതിൻ്റെ പ്രശ്നം പറയുന്നത് ഒരു കുട്ടി മൊബൈൽ അഡിക്റ്റ് ആയാലും എങ്ങനെയാണ് നോട്ട് ഓൺലി മെൻ്റൽ ഹെൽത്ത് ബാധിക്കുന്നത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്ത് ബാധിക്കുന്നത് ഒബ്വിയസ്ലി ആയിട്ട് കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് സഡനായിട്ട് മാർക്സ് ഡ്രോപ്പ് ആവുന്ന കാര്യങ്ങൾ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് CM ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ IPS, ട്രെയിനി ASP ശിവം IPS, DCB DYSP ഉത്തം ദാസ്, കാസർഗോഡ് SI നളിനാക്ഷൻ N, KPOA ജില്ലാ സെക്രട്ടറി രവീന്ദ്ര P, KPA ജില്ലാ സെക്രട്ടറി പ്രകാശൻ, കാസർഗോഡ് വുമൺ സെൽ SI ശരണ്യ, ജനമൈത്രി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ SI രാജീവൻ KPV, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ SI തമ്പാൻ, SI ശശിധരൻ എന്നിവർ സംസാരിച്ചു. PK രാമകൃഷ്ണൻ സ്വാഗതവും ശ്രീഷ്മ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.